കാര്യങ്ങളോ? മെൽക്കി, എന്താ നീ ഉദ്ദേശിക്കുന്നത്? കൊമ്പനൈൽ ഫാമിലിയുടെയും കൊമ്പനൈൽ ഗ്രൂപ്പ്സിന്റെയും പവർ ആൻഡ് ഹോൾഡ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. സോ കൊമ്പനൈൽ ഫാമിലിയിലെ ഒരേ ഒരു പെൺതരി റേച്ചൽ മാർക്കസ് കൊമ്പനൈൽ, ആ കുരുന്നിന് സംഭവിച്ച മഹാദുരന്തം, അതിൻ്റെ പേരിൽ പിന്നീട് ആ ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന മെന്റൽ ട്രോമ, ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ ഇപ്പോഴും മിസ്റ്റർ ജോൺ മാർക്കസ് കൊമ്പനൈൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണോ? അവർക്ക് ഇത്ര നാളായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ആ പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തിയ ആൾക്കാരെ അവർ കണ്ടുപിടിക്കാണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സംതിങ് ഈസ് നോട്ട് റൈറ്റ്, ഐഷു. ഐ ആം ഡാം ഷ്യൂർ. നീ ഇതെന്തൊക്കെയാ പറയുന്നത് മെൽക്കി? ഞാൻ പറഞ്ഞത് എന്തോ എവിടെയോ ഒരു മിസ്മാച്ച്, അങ്ങോട്ട് ടാലി ആകുന്നില്ല ഐഷു. നമുക്ക് നോക്കാം. എന്റെ മെൽക്കി, നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സപ്പോസ് ഇനി നീ പറഞ്ഞ പോലെ തന്നെ, ഐ മീൻ നിന്റെ ഡൗട്ട് പോലെ തന്നെ, കൊമ്പനൈൽ ഫാമിലി ആ പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തിയ പിശാചുകളെ, ആ കുരുന്നിനോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ച ബ്ലഡി പോവേഴ്സിനെ കണ്ടുപിടിച്ചെങ്കിൽ തന്നെ there is nothing wrong in it, അല്ലേ? ഇതുപോലുള്ള കാമവരെ പിടിച്ച നികൃഷ്ട ജീവികളെ നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്തിനാ മെൽക്കി ഈ പിശാചുക്കളെ നമ്മുടെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് എന്തിനാ? 3 നേരം ഫുഡും വെയിലും മഴയും കൊള്ളാണ്ട് കിടക്കാൻ ഷെൽട്ടറും കൊടുത്ത് തീറ്റ കൊടുത്ത് കൊഴുപ്പിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വെറുതെ വിടാനോ? വീണ്ടും ഈ ശവങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പേടി സ്വപ്നമാവാനോ? നോ നീഡ്. പിന്നെ നീ പറഞ്ഞതുപോലെ ആകാൻ നോ ചാൻസ്. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് റിയലി ഹാപ്പൻഡ്. അത് മാത്രമല്ല, സ്വന്തം മകളുടെ മരണത്തിന് ശേഷം ആ അപ്പനും അമ്മയും സ്വന്തം മകൻ്റെ കൂടെ തന്നെയായിരുന്നു. സ്വന്തം മകനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തത്രപ്പാടിലായിരുന്നു. സോ നീ പറഞ്ഞ പോലെ ഒരു കാര്യം നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഷുവർ. നമുക്കറിയില്ലല്ലോ ഐഷു. എല്ലാം ആലോചിച്ചപ്പോ മനസ്സിൽ തോന്നിയൊരു ഡൗട്ടാണ്, അത് നിന്നോട് ഷെയർ ചെയ്തേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ലീവ് ഇറ്റ്. പിന്നെ ആ ഭൂലോക ദേവേന്ദ്രനോട് അപ്പോളജി ചോദിക്കാൻ പോയിട്ട് എന്തായി? എന്തുവാ മെൽക്കി, പാവം റെക്സിന്റെ സിറ്റുവേഷൻ ആണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കിയേ, അല്ലാണ്ട് വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല. പിന്നെ യു നോ വാട്ട്, എത്ര നന്നായിട്ട് എന്നോട് അവൻ ബിഹേവ് ചെയ്തെന്ന് അറിയോ നിനക്ക്? എന്തിനാ മെൽക്കി ആ പാവം പിടിച്ച ചെക്കനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? കഷ്ടാ കേട്ടോ. എന്തോ എങ്ങനെ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞ എന്റെ മോള്. ഇതുപോലുള്ള വാക്കുകള് ആരാ റെക്സിന് ആദ്യം വിളിച്ചേ? ഞാനാണോ? അല്ലല്ലോ. എന്നിട്ടിപ്പോ അവളൊന്നുമേ അറിഞ്ഞിട്ടില്ല. എടി മരപ്പട്ടി, നിന്നെ ഉണ്ടല്ലോ. അല്ല, ഞാൻ അത് പിന്നെ എനിക്കറിയില്ലായിരുന്നല്ലോ ഒന്നും, അതല്ലേ ഞാൻ. അതെ ഹുവ.
എന്താണ് മോളെ? ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ചേഞ്ചസ്. എന്താണ്? ചേഞ്ചസോ? എന്ത് ചേഞ്ചസ്? നിനക്ക് എന്താ മെൽക്കി? ഹൈഷു, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. വർഷം കുറേ ആയി നിന്റെ നിഴല് പോലെ ഞാൻ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ റെക്സിനോട് നിന്നെ പോലെ തന്നെ എനിക്കും ഇപ്പൊ ഒരു ദേഷ്യമില്ല. അത് മാത്രമല്ല, ഒന്നും അറിയാണ്ട് അവനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയതിലും ഐ റിയലി ഫീൽ ഗിൽറ്റി. പക്ഷേ മറ്റു ചിലരുടെ കാര്യം അങ്ങനെയല്ല. ഐ മീൻ, റെക്സിനോടുള്ള ചിലരുടെ ആറ്റിറ്റ്യൂഡില് വല്ലാത്തൊരു ചേഞ്ച്. വെറും ചേഞ്ച് അല്ല, സച്ച് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ഐഷു, എന്താണ് മോളെ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടരുതെന്ന്. ഇതേ ഇഷിതയാ, ഇഷിത ഫിലിപ്പ് മാലയേക്കൽ. അതെന്റെ മോൻ മറക്കണ്ട. ഓ അതെ അതെ, അവസാനം എന്റെ മോക്കിതൊന്നും മാറ്റി പറയേണ്ട അവസ്ഥ വരരുത് കേട്ടോ. വാ പോവാ. ഇച്ചായ നേരത്തെ എത്തിയോ? 1 വീക്ക് കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ ഇത്. അല്ല, മോ വിളിച്ചായിരുന്നോ? ഓ, മീറ്റിംഗ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു എൽസ. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിന് എന്നെ നാട് പിടിച്ചു. അല്ല, എന്താണ് എന്റെ കെട്ടിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു വെളിച്ചം? പിന്നെ മോ വിളിച്ചു, അവന് നമ്മളെ ഒന്ന് കാണണം. സോ ഈ വീക്കെൻഡ് കുറച്ച് ഡേയ്സ് നിൽക്കാൻ കണക്കാക്കിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇച്ചായനോട് അങ്ങോട്ടേക്ക് പറയാനിരിക്കുമായിരുന്നു, കുറച്ച് ദിവസം നമുക്ക് മോനോടൊപ്പം പോയി നിൽക്കാവോ എന്ന്. പിന്നെ ഇച്ചായ, ഞാൻ എന്റെ മോളെ കണ്ടു. മോളോ? ആന്നേ, ഇഷിത. 2 ദിവസം മുന്നേ മോള് വന്നിരുന്നു ഇവിടെ. ശരിക്കും? എന്നിട്ട്? ശരിക്കും എന്റെ ഇച്ചായ, എന്തൊരു സുന്ദരി മോളാന്നറിയോ? മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഐശ്വര്യം ആ പൊന്നു മോളെ കാണാന്. എന്റെ സാറ പണ്ടിരുന്നതിനെക്കാട്ടും 10 മടങ്ങ് സുന്ദരി. ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും പോയിട്ടില്ല എന്റെ മോളുടെ ആ ഫേസ്. അല്ല, ഫിലിപ്പും സാറേ അറിഞ്ഞിട്ടാണോ ഇഷിത മോള് വന്നേ? അതറിയില്ല, ബട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മോളോട് പറഞ്ഞു. റെക്സിനെ കുറിച്ചും പിന്നെ പഴയ കാര്യങ്ങളും ഒക്കെ. മോക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു ഇച്ചായ. ഫിലിപ്പിച്ചായനും സാറേയും പഴയതൊന്നും തന്നെ മോളെ അറിയിച്ചിരുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവള്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞു എന്നോട്. ഭാവം. എൽസ, എന്തിനാടോ? ഫിലിപ്പ് പറഞ്ഞാൽ അവന് ഇതൊന്നും തന്നെ ഇഷ്ടാവില്ല. അവര് പേർപ്പസ്ഫുള്ളി തന്നെയാവും ഇഷിത മോളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചേ. പിന്നെ നമ്മുടെ മോനും ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. നമ്മളോ അവനെ വീണ്ടും ഇതൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ നിന്നിട്ടില്ലല്ലോ. അതല്ല ഇച്ചായ, എന്തോ ഇഷിത മോൾ ഇതൊക്കെ അറിയണോ എന്ന് എനിക്ക് തോന്നി. അത് തന്നെയാണ് അതിന്റെ ശരി. ഇനി ഇടയ്ക്ക് എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഫിലിപ്പിന്റെ കയ്യിൽ നിന്ന് താനായിട്ട് എനിക്കൊന്നും മേടിച്ച് തരരുത്. ഹലോ അമ്മച്ചി, ഞാനാ ഇഷിത. മോളെ, അമ്മച്ചിക്ക് മനസ്സിലായടാ. മോളെ എവിടാ? വീട്ടിലാ? ഇന്ന് പോയില്ലേ ഓഫീസില്? ഞാൻ വീട്ടിലാ അമ്മച്ചി. പിന്നെ എനിക്കിന്ന് പോണ്ടായിരുന്നു. സാറയും ഫിലിപ്പിച്ചായനും ഉണ്ടോ ഇവിടെ? സുഖമായിരിക്കുന്നോ 2 ആളും? ഡാഡി ഇവിടെ ഇല്ല അമ്മച്ചി, ഓഫീസിലാ. ബട്ട് മമ്മി ഉണ്ട്, കിച്ചണിലാണെന്നാ തോന്നുന്നേ. അമ്മച്ചിക്ക് സംസാരിക്കണം മമ്മിയോട്. മോളെ, അത് സാറ സംസാരിക്കുമോ അമ്മച്ചിയോട്? ഫിലിപ്പിച്ചായൻ അറിഞ്ഞാല്? ഹേയ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡാഡിയുടെ കാര്യല്ലേ, അത് ഞാൻ ഏറ്റു. അമ്മച്ചിക്ക് മമ്മിയോട് സംസാരിക്കണോ അത് വേണ്ടിയോ? സംസാരിക്കണം. വർഷം കുറേ ആയി എൻ്റെ സാറയുടെ ശബ്ദമെങ്കിലും ഞാനൊന്ന് കേട്ടിട്ട്. അമ്മച്ചിക്ക് സംസാരിക്കണം മോളെ. ഓക്കെ, പിന്നെ ഇനി ഒന്നും തന്നെ നോക്കാനില്ല. അമ്മച്ചിയും കൂടെ വായോ എൻ്റെ കൂടെ. നമുക്കേ കിച്ചൺ വരെ ഒന്ന് പോയേച്ചും വരാം. മമ്മി, എന്താടാ? എന്താ മോളെ, വിശക്കുന്നുണ്ടോ മോക്ക്? ഓ, അതൊന്നും അല്ല. യു ഹാവ് എ കോൾ. കോളോ? എനിക്കോ? എന്നാരാ ഇപ്പൊ നിന്റെ ഫോണിലേക്ക് വിളിക്കാന്? അതിങ്ങനെ വണ്ടറടിച്ച് നിന്നാലും മനസ്സിലാകുമോ മമ്മി? ഫോൺ മേടിച്ച് സംസാരിച്ച് നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റൂ. ദേ പിടിക്ക്, എന്നിട്ട് സംസാരിക്ക്.
അപ്പൻ്റെ അതേ സ്വഭാവ, ഒന്നും തെളിച്ച് പറയരുത്. ഫോണിൽ തന്നെ. ഹലോ, ആരാ? സാറാ? ചേച്ചി, മോളെ മോളെ സുഖമില്ല നിനക്ക്? ചേച്ചി, എത്ര വർഷമായി ഈ സൗണ്ട് ഒന്ന് കേട്ടിട്ട്. അല്ല, ഐഷുമായിട്ട് എങ്ങനെ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. കർത്താവിന്റെ വിളി കേട്ടോ? മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, കരയാതെ, നടന്നതൊക്കെ ഞാൻ പറയാം. എന്റെ ഈശോയെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? റേച്ചമോക്ക് വൈറൽ ഫീവർ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നാ ഞാൻ അറിഞ്ഞേ. അപ്പോഴും ഇച്ചായനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അവിടെ വരെ പോവാന്ന്. ബട്ട് കേട്ടില്ല. എന്നെ എൽസേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ ഇച്ചായൻ സമ്മതിച്ചില്ല. ആ ടൈമിൽ നമ്മൾ നാട്ടിൽ പോയേക്കുമായിരുന്നു. ഇച്ചായൻ്റെ അമ്മച്ചി മരിച്ച ചടങ്ങായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു വന്നേ. പക്ഷെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൽസേച്ചി. ആരാ ഈ പിഞ്ചു കുഞ്ഞിനോട്? റെക്സിൻ മോൻ, എൻ്റെ മോനിപ്പോ? അറിയില്ല സാറാ, ആരാ എൻ്റെ മോളെ അറിയില്ല. പിന്നെ ഒക്കെ മറക്കാൻ ശ്രമിക്കുക ഞങ്ങൾ. റെക്സിൻ മോനിപ്പോൾ ഓക്കെ വരുക. പഴയ അവസ്ഥയിൽ നിന്ന് എൻ്റെ കുഞ്ഞൊത്തിരി മാറി. ടൈം എടുത്താണേലും ലൈഫിലേക്ക് തിരിച്ചു വരുക അവൻ. കഴിഞ്ഞു പോയതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കുക സാറാ. അല്ലെങ്കിൽ ഞങ്ങളുടെ മകനെയും ഞങ്ങൾക്ക്. ചേച്ചി, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഉറപ്പായും റെക്സിൻ മോൻ പഴയ പോലെ തന്നെ അവൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഉറപ്പാ. ഞാൻ കണ്ടിട്ടുണ്ട് മോനെ ടി വിയിലൊക്കെ. മെടുക്കന, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ചേച്ചി വിഷമിക്കാതെ, ഈ വിഷമങ്ങളൊക്കെ മാറും. പഴയ പോലെ തന്നെ നമ്മുടെ സന്തോഷമൊക്കെ തിരിച്ചു വരും. എനിക്ക് എൻ്റെ ചേച്ചിയെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ചായൻ എനിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ സാറാ? ഫിലിപ്പിച്ചായനെ എതിർത്ത് എൻ്റെ മോൾ ഒന്നും തന്നെ ചെയ്യണ്ട. കർത്താവ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കും, ഉറപ്പാ. വർഷങ്ങളായി ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ചേച്ചി. മതി 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 മതി, ഇനി ഞാൻ സംസാരിക്കട്ടെ. അമ്മച്ചിയുടെ നമ്പറേ ഞാൻ മമ്മിക്ക് തരാം. ഡാഡി ഇല്ലാത്തപ്പോൾ സൗകര്യം പോലെ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ അമ്മച്ചിയും കൊണ്ട് റൂമിലേക്ക് പോവാം. ഓക്കെ, ടാറ്റാ. അമ്മച്ചി, മമ്മി നല്ല കട്ടിയാലേ, നിർത്തുന്നില്ലാന്നേ. പണ്ടൊക്കെ വാതോരാതെ സംസാരിക്കുമായിരുന്നു അവള്. ബട്ട് ഇപ്പൊ ഒരുപാട് ഒതുങ്ങിയ പോലെ. ഭാവം, ശരിക്കും കൊതിയാവുക എൻ്റെ സാറേ ഒന്ന് കാണാൻ. അമ്മച്ചി വിഷമിക്കാതെ, മമ്മിയെ ഞാൻ കൊണ്ടുവരാം അവിടേക്ക്. മോളെ, അത് ഫിലിപ്പിച്ചായൻ ബെസ്റ്റ്. ഡാഡിയുടെ സമ്മതത്തോടെ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ തൽക്കാലം ഡാഡി ഒന്നും തന്നെ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അമ്മച്ചി ടെൻഷൻ ആവാതെ, എൻ്റെ ഡാഡിയുടെ കാര്യം ഞാൻ ഏറ്റു. ഇനി ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണാനായി വരുമ്പോൾ കൂടെ മമ്മിയും കാണും. പോരെ മോളെ? ശരിക്കും സത്യമാണോ ഈ പറയുന്നത്? ശരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഇനി എൻ്റെ അമ്മച്ചിയെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നിൻ്റെ പേരിലും. റെക്സിനെ, അമ്മച്ചിയുടെ പഴയ റെക്സിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ലൈഫിലേക്ക്. ആ പഴയ റെക്സിനായിട്ട്. ഇത് ഞാൻ എൻ്റെ അമ്മച്ചിക്ക് തരുന്ന വാക്കാ, ഇഷിത തരുന്ന വാക്ക്. മോളെ, ഒരുപാട് ആലോചിച്ച് ഓർപ്പിച്ചിട്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. പ്രോമിസ്. എന്നാല് ഞാനിപ്പോ വെച്ചേക്കട്ടെ അമ്മച്ചി, പിന്നെ വിളിക്കാവേ. ഓ അമ്മച്ചിയുടെ പൊന്നു മോള്, മോള് ഫ്രീ ആകുമ്പോ വിളിക്കേ. ശരി, എന്നാ അമ്മച്ചി വെക്കുക. You know what? ഞാൻ പോലും അറിയാതെ മാറിക്കൊണ്ടിരിക്കുക ഞാൻ. ജസ്റ്റ് ബിക്കോസ് ഓഫ് യു. തന്നെ ഇങ്ങനെ കാണുമ്പോൾ, തന്നെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ട്. മെൻ്റലി കിട്ടുന്നൊരു വല്ലാത്ത സമാധാനമുണ്ട്. എൻ്റെ മമ്മയ്ക്ക് ശേഷം യു ആർ ദ വൺ മെൻ്റലി എന്നെ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റാരും തന്നെയില്ല.
പ്ലീസ് ഇഷിത, പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ എന്നെ, ഒന്നറിയാൻ ശ്രമിച്ചൂടെ? ഇപ്പോ തന്നെ ഞാൻ ഈ നോക്കുന്ന നോട്ടത്തില് there is no lust, trust me. ബട്ട് അത് ലസ്റ്റ് അല്ലെങ്കിൽ പിന്നെ മറ്റെന്ത് ഫീലിംഗ് ആണെന്ന് I really don't understand. But I really wish ഈ പ്രസൻസ് എന്നും എനിക്ക് തൻ്റെ ഈ പ്രസൻസ് അതെനിക്ക് തരുന്ന റിലീഫ് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് പറയാണ്ടിരിക്കാൻ ഇനി വയ്യ. എന്നെ വിട്ട് പോവാതിരുന്നൂടെ തനിക്ക്? Will you be with me? Tell me ഇഷിത, പറ, എൻ്റെ കൂടെ ഉണ്ടാവൂ താൻ, പറ. പാവം മെൻ്റലി അത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും. പേടിക്കേണ്ട റെക്സൻ, ഇനി നിന്നെ ഒറ്റയ്ക്കാക്കില്ല, ഞാൻ കൂടെ ഉണ്ടാവും. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ താങ്ങായും തണലായും ഇനി അങ്ങോട്ട് കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. എൻ്റെ മെൽക്കി പറഞ്ഞ പോലെ എന്താ എനിക്ക് സംഭവിക്കുന്നത്? What is happening to me? അറിയില്ല. ഹലോ ഇഷിത, താൻ
താനിപ്പോ എവിടാ? വീട്ടിലാണോ? ആ റെക്സൻ, അതെ ഞാൻ വീട്ടിലാ. എന്തു പറ്റി? അല്ല, അത് എനിക്ക് എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നു ഇഷിത. കുറച്ച് സംസാരിക്കണം. കർത്താവിനെ ഓർത്ത് ഫോണിൽ കൂടെ പറയാൻ മാത്രം പറയരുത്. എനിക്ക് തന്നോട് നേരിട്ട് പറയാനുള്ളതാ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. എന്നാ കാണണ്ടേ? അത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്നൊന്ന് വരാൻ പറ്റുമോ? താൻ ഫ്രീ ആണോ ഇന്ന്? ഇന്നോ? അല്ല, പ്രത്യേകിച്ച് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല എനിക്ക്. ഓക്കെ, എന്നാ പിന്നെ ഒരു 4 o'clock ഒക്കെ ആവുമ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് വരാവോ പ്ലീസ് ഇഷിത, പ്ലീസ്? അല്ല, അത് റെക്സിൻ അപ്പാർട്ട്മെന്റിലേക്കോ? യാ, എന്തേ പേടിയാ? ഹേയ് നോ, പേടിയൊന്നുമില്ല. എന്നാ പിന്നെ വരാവോ ഇന്ന് തന്നെ പ്ലീസ്? ഒരു ഹാഫ് ആൻ അവർ, ജസ്റ്റ് ഹാഫ് ആൻ അവർ, അത്രയും മതി. Can you come, Ishita? Please? യാ, വരാം. I will come. Thank you, da. Thank you so much. I'll wait for you. Okay? Alright then. Evening കാണാം.